ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൽഫ ഏഞ്ചൽസ് വേൾഡ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷസ് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും അങ്ങനെ ഇല്ലാതിരിക്കുകയായിരുന്നു. കാരണം പനിയായിട്ട് ഒച്ചയൊക്കെ പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ശബ്ദമൊക്കെ തിരിച്ച് കിട്ടിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ന്യൂ ഇയറിന് രാത്രിയിൽ നമ്മുടെ വീട്ടിലിരുന്ന്, അതായത് നമ്മുടെ ജനലിൽ കൂടെ കണ്ട ഫയർ വർക്ക്സിൻ്റെ വീഡിയോ ആണേ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. അപ്പോൾ വീടിൻ്റെ ജനലിൽ കൂടെ മാത്രം കണ്ടാൽ പോരല്ലോ, നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് പോയി നിന്നും കൂടെ ഒന്ന് ഫയർ വർക്ക്സ് കാണണ്ടേ. അപ്പോൾ ഇത് ലണ്ടൻ്റെ മെയിൻ ഫയർ വർക്കിൻ്റെ വീഡിയോ ആണേ. ഈ നമ്പറൊക്കെ എണ്ണി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വീഡിയോയിൽ ഫയർ വർക്ക്സിൻ്റെ മാത്രമല്ല കേട്ടോ, ഇത് മൊത്തം കാണണേ. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത്, വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ കൂടെ ചെറിയ ചെറിയ ഭാഗങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഉള്ള ഫയർ വർക്കൊക്കെ കണ്ടിട്ട് കിടന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ രാവിലെ നമ്മൾ ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. പോരാത്തതിന് ഒരു കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ പ്ലാനിങ് ആയിരുന്നു, ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതെല്ലാം ഫ്ലോപ്പായി. അവസാനം ഞങ്ങളതൊരു കൊഴുക്കട്ടയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയർ സ്വീറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്തു. നല്ല കൊഴുക്കട്ടയും അതുപോലെ തന്നെ കേക്കും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ കേക്ക് ആക്ച്വലി ഉണ്ടാക്കിയത് നമ്മുടെ ഏരിക്കുട്ടനും കെറിക്കുട്ടനുമാണ് കേട്ടോ. ഡെക്കറേഷൻ പാർട്ട് മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. കാരണം അത് വലിയ വശമില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ മിക്സിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തത് നമ്മുടെ ഏരിക്കുട്ടനും കെറിക്കുട്ടനും തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു പിള്ളേരങ്ങ് ചെയ്തോട്ടെ, നമ്മുടെ കേക്കല്ലേ, വേറെ ആർക്കും കൊടുക്കാനുള്ളതല്ലല്ലോ. അങ്ങനെ കുഞ്ഞുങ്ങളാട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താവേ. Hello everyone, once again back to my channel Alpha Angels World. എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോവാ. ഇതാണ് നമ്മുടെ കേക്ക്. ആരാ ഉണ്ടാക്കി കേക്ക്? നമ്മളാണ് ഉണ്ടാക്കിയത്. അപ്പയും കുറച്ച് ഒരു പ്രാവശ്യം മിക്സ് ചെയ്ത് നോക്കി. പപ്പായ മിക്സ്
അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? നമ്മുടെ കേക്ക് കട്ട് ചെയ്തു. കട്ട് ചെയ്യണം. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണം അല്ലേ? സെലിബ്രേറ്റ് ചെയ്താലോ? അപ്പയും പിന്നെ ചേച്ചിയും പിന്നെ അമ്മയും എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ പോകും. നമ്മൾ 4 പേരും കൂടെ അല്ലേ ഉണ്ടാക്കിയേ? ആ കേക്കാണ് ഇത്. അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Leave your hands. ഹലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യാണേ. ഇത് ശരിക്കും പറഞ്ഞ ഈർക്കുട്ടനും കെരിക്കുട്ടനും കൂടെ ഉണ്ടാക്കിയതാട്ടോ. ഞാനൊരു ചാൻസ് അവർക്ക് കൊടുത്തു. അങ്ങനെ അവരുണ്ടാക്കിയ കേക്കാണ്. ഡെക്കറേറ്റ് ചെയ്തത് ഞാനാണ്. കേക്ക് മിക്സ് ചെയ്തതൊക്കെ അവര് തന്നെയാണ്. ആദ്യം ആർക്കാ? ആദ്യം കുഞ്ഞു ബേബിക്ക്. കുഞ്ഞു ബേബി ഫസ്റ്റ് കുഞ്ഞു ബേബി ഇല്ലയോ? Here, go and stand there. So go stand that side. ഹാപ്പി ന്യൂ ഇയർ. ഏറ്റവും വലിയ ബേബി കൊടുക്കണ്ടേ? ഇഷ്ടപ്പെട്ടോ? സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സൂപ്പറാന്ന് പറയുന്നത് മോശമല്ലേ? മോശമല്ലേ? അപ്പൊ ക്രീമിന് ഇവിടാണോ ടേസ്റ്റ് വരുന്നേ? റൈറ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്. വെരി റൈറ്റ് ഹാൻഡ്. വെരി ഗുഡ്. അപ്പ കരി കൊടുത്തു കൊടുത്തോ? കേക്ക് കൊതിച്ചാണ്. Happy New Year. അപ്പോ ഹാപ്പി അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയല്ല, ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി New Year. ന്യൂ ഇയർ. അപ്പൊ ഇതാണ് നമ്മുടെ ഏറുകൊട്ടിനും കേരിക്കൊട്ടിനും കേക്കിനും മിക്സ് ചെയ്യുന്ന വീഡിയോ. ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ രണ്ടുപേരും. കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന ആവശ്യമൊക്കെ പറയും, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യിക്കുമെങ്കിലും നമ്മൾ അങ്ങനെ ഫുൾ ഓൺ കൊടുത്തിട്ടില്ല. നമ്മൾ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ള ഒരു ഹെൽപ്പിങ്ങേ ഉള്ളൂ. ഇതിപ്പം അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വിട്ടുകൊടുത്തേക്കാണ്. ചെറുതായിട്ട് മാവൊക്കെ ഒന്ന് തട്ടി കൊടുത്തെങ്കിൽ അവർ തന്നെയാണ് പാത്രത്തിൽ ഒഴിച്ചതും എല്ലാം. പിന്നെ ഓവനകത്ത് വെപ്പിക്കരുതല്ലോ. അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഉച്ചക്കത്തേക്ക് എന്ത് എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ബിരിയാണിയുടെ കാര്യം മനസ്സിൽ വന്നത്. അതാകുമ്പോൾ പിന്നെ കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ഉണ്ടായിരുന്ന ചിക്കൻ എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്തെടുത്ത് ഒരു ബിരിയാണി അങ്ങ് തട്ടിക്കൂട്ടി. അപ്പോൾ കുഞ്ഞുങ്ങൾ ബിരിയാണി കഴിക്കുന്നത് മീൻസ് അവർ ഇച്ചിരി സ്പൈസി ആണെന്നൊക്കെ പറഞ്ഞ് ബിരിയാണി കഴിക്കില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, ബിരിയാണിക്കിടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന അരിന്ന് കുറച്ചെടുത്ത് മാറ്റി അവർക്കതങ്ങ് നെയ്ച്ചോറാക്കി. അപ്പം ബിരിയാണിയും മാത്രം പോരല്ലോ, എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് വേണ്ടേ? ബാക്കിയിരുന്ന ചിക്കൻ എല്ലാം കൂടെ ഇച്ചിര കുരുമുളകും ഇച്ചിര ഉപ്പും മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇച്ചിര മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്
നല്ല തിളച്ച എണ്ണയിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിട്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഓരോന്നെടുത്ത് തേണ്ടേ നമ്മൾ അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് കിടന്നൊന്ന് മുരിയട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. കാരണം പിള്ളേരെ പറ്റിക്കണ്ടേ. നമ്മുടെ കിലുക്കത്തിൽ രേവതി പറഞ്ഞതുപോലെ നല്ല പൊരിച്ച കോഴീൻ്റെ മണം എന്ന് പറയില്ലേ, അതുപോലെ ഈ പൊരിച്ച കോഴീൻ്റെ മണം ഉണ്ടെങ്കിലുണ്ടല്ലോ പിള്ളേരെ കഴിപ്പിക്കാൻ പാട് ഇല്ലേന്ന് ചോദിച്ചാൽ പാടുണ്ട്. കാരണം 2 പേർക്കും ഫുഡ് കഴിക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരല്പം ചിക്കൻ്റെ പീസൊക്കെ ഉള്ളിൽ പോയി എന്ന് നമുക്ക് സമാധാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഫുൾ ഓൺ സാറ്റിസ്ഫാക്ഷൻ പറയാൻ പറ്റത്തില്ലേലും ന്യൂ ഇയർ അല്ലേ, എന്തെങ്കിലും അവരുടെ അകത്ത് ചെന്നല്ലോ എന്നുള്ളൊരു സമാധാനം. അങ്ങനെ എന്ത് ചെയ്തു, ചിക്കൻ പറക്കിയിട്ടതൊക്കെ നമ്മളൊന്ന് അടച്ച് വെച്ച് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് തിരിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ മുരുമുരാന്നുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കാരണം ഉച്ചക്കത്തേക്ക് ബിരിയാണിയായി, പിന്നെന്താ ചിക്കൻ വറുത്തതുമായി, പിന്നെ പിള്ളേർക്കുള്ള നെയ്ച്ചോറും ഉണ്ട്. സൈഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അല്പം സാലഡ്, സലാസ് എന്നൊക്കെ പറയും, ഒരല്പം തൈരും ഇച്ചിരി ഉള്ളിയും അതായത് സവാളയും ഒരു ശകലം തക്കാളിയും അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സാലഡ് റെഡി. അപ്പോൾ നമുക്കിനിയും നമ്മുടെ ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കഴിക്കണ്ടേ, ഉച്ചയായി, വയറൊക്കെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണ്ടേ, നമുക്ക് കഴിക്കണ്ടേ. അങ്ങനെ പാത്രത്തിലേക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണേ. കണ്ടോ, നല്ല ആവി പറക്കുന്ന കണ്ടോ. ആവി മാത്രമല്ല കേട്ടോ, നല്ല മണവും വരുന്നുണ്ട്. ഈ മണം കാരണം നല്ല വിശപ്പും ഉണ്ട് കേട്ടോ. കാരണം പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് കഴിച്ചിട്ടില്ല. അപ്പം ന്യൂ ഇയർ ആയിട്ട് നമ്മൾ കഴിക്കാതിരിക്കുന്ന മോശമല്ലേ. ആഹാ, ചിക്കൻ്റെ കാലൊക്കെ കണ്ടോ പറക്കിയിടുന്നേ. ഈ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിൻ്റെ മുകളിൽ അലങ്കാരത്തിനായിട്ട് ഒരു 4 കോഴിമുട്ടയും ഒരു 4 കാടമുട്ടയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ കാടമുട്ട കിട്ടി കേട്ടോ. അതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി 4 കാടമുട്ടയും ചേർത്തു. ഇതിനകത്ത് ഞാൻ ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തിട്ടായിരുന്നു. അവസാനം 2 അണ്ടിപ്പരിപ്പും അവിടെ ഇവിടെ 3-4 മുന്തിരിങ്ങയും മാത്രം പൊങ്ങി കിടപ്പുണ്ട്. ഉള്ളിയൊക്കെ അതിനകത്ത് ഞാൻ ഇളക്കിയപ്പോഴങ്ങ് പോയി കേട്ടോ. അപ്പോൾ കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേർ റെഡി. കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, വെറും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണത്തിൻ്റെ മുന്നിലൊന്ന് ഇരിക്കുക എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയതാണ്. കണ്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ, സാലഡ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താ ഇത്രയും സാലഡ് മതിയോ ഇത്രയും പേർക്കെന്ന്? കാരണം അച്ചാച്ചൻ സാലഡ് തൈര് കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് മാത്രം മതി. വെറുതെ നമ്മൾ ഉണ്ടാക്കി കളയണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് തൈര് മാത്രം മതി. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ലഞ്ച് ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ലഞ്ചിൻ്റെ ബാക്കി എന്തായാലും കാണൂലോ, കാരണം നമ്മൾ ഒരു നേരത്തേക്കല്ലല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബിരിയാണിയുടെ ബാക്കി കഴിച്ച് ഞങ്ങൾ രാത്രിയും അവസാനിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ ബിഗിനിങ് ഇവിടെ ഞങ്ങൾ തുടങ്ങി.
അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണേ. നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു ന്യൂ ഇയർ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല അടിപൊളി ഒരു പുതുവത്സര ആശംസകൾ ഒന്നും കൂടെ ഞങ്ങൾ നേരുന്നു. Stay tuned. See you soon with our next video. Till then, take care. Bye bye.